നമ്മൾ എങ്ങോട്ടാ പോണ്? സ്കൂളിലാണ്. ഈ സ്കൂളിൽ ഇരിക്കുവോ? അമ്മ ഇല്ലാതെ ഇരിക്കുവോ? ഒറ്റയ്ക്ക് ഇരിക്കുവോ? ടീച്ചറുടെ കൂടെ ഇരിക്കുവോ? നമ്മൾ ടിഫിൻ ഇതിൽ വെക്കണ്ടിട്ടമ്മ. പിന്നെ ക്ലോസ് ചെയ്യാ ബാഗിട്ട. മമ്മനോട് ബൈ പറയൂ. ദീദിക്കില്ലേ? ദീദിക്ക് അവ കൊടുക്ക്. അവ കൊടുത്താളെ. അതല്ല, നീ ഒറ്റയ്ക്ക് ഇരിക്കുവോ സ്കൂളില്? അതെന്തിയേ? അവിടെ കൊറേ കുട്ടികളുണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും. നീ ഇരിക്കൂല ഉഷാറായിട്ട്? നല്ല കുട്ടിയായിട്ട് ഇരിക്കുവാ? ഒരു പാട്ട് പാടി തരുമോ? സ്കൂളിൽ പോവല്ലേ, ഒരു പാട്ട് പാടുവോ? ഒരു പാട്ട്. ഉമ്മയും ദീദിയും ഡാഡൊക്കെ തിരിച്ചു വരും മക്കൂനാക്കിട്ടാ. പറയുന്ന കേൾക്ക്. നീ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കണം. എന്നിട്ട് ഉമ്മ തന്ന സ്നാക്സ് ഒക്കെ കഴിക്കണം. ഓക്കേ? സ്നാക്സ് ബാഗിലുണ്ട്, നീ കഴിക്കണം. ടീച്ചർ തരും. അതെന്താ? ഉമ്മ വീട്ടിൽ നിന്ന് തരും, നീ സ്കൂളിൽ നിന്ന് ടീച്ചർ തരും. ഓക്കേ? സ്കൂളിൽ പോയി കഴിഞ്ഞാ കൊറേ ഫ്രണ്ട്സിനെ കിട്ടി. ഇതിനെ മറന്നു പോവോ? ദീദിന്റെ കൂടെ കളിക്കുവോ നീ? ഈ ദീദി അങ്ങനെ ഇതേ നമ്മൾ മൽക്കൻ്റെ പ്ലേ സ്കൂളിലെത്തി. അവളെയും കൊണ്ട് ഞാൻ പോകുന്നുണ്ട്. എനിക്കറിയില്ല എന്താവും എങ്ങനെ ആവും എന്നൊന്നും അറിയില്ല. പക്ഷേ എന്താണ്, അവൾ യാതൊരു കുഴപ്പമില്ലാതെ കണ്ട് പോകുന്നുണ്ട്. ഫേസിൽ ചെറിയൊരു സാഡ്നെസ് കാണുന്നുണ്ട്. പക്ഷെ അവരെടുത്തപ്പോൾ തന്നെ അവൾ പോയി, യാതൊരു കുഴപ്പമില്ലാതെ അവൾ മുൻപരിചയമുള്ള പോലെ അങ്ങ് പോയി. ഞാൻ വിചാരിച്ചതിൽ അപ്പുറം ഇരുന്നു അവൾ. When I go to school each day, when I'm home or far away. അങ്ങനെ ഫസ്റ്റ് ടൈം മൽക്ക പ്രയറും പ്ലെഡ്ജൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. എനിക്കിത് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ട് കാര്യം തന്നെയാണ്. കാരണം ഫസ്റ്റ് ടൈം അവൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പം. പിന്നെ അവൾ ക്ലാസ് റൂമിലിരുന്നു, കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവൾ ഭയങ്കര ഷൈ ആയിട്ടാണ് ഇരുന്നത്. എങ്കിലും അവൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇങ്ങനെ കൂടുതൽ അറ്റാച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആവും. അപ്പം ഞാൻ മെല്ലെ അവളുടെ അടുത്ത് പോയിട്ട്, ഞാൻ ടീച്ചറെ അടുത്ത് സംസാരിച്ചിട്ട് വരാം, ഞാൻ പോയിട്ട് വരാം, ഇവിടെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരവൊക്കെ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് മെല്ലെ അങ്ങോട്ട് ഇറങ്ങാനുള്ള പ്ലാനാക്കി. അതിനുശേഷം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അവളെൻ്റെ പിന്നാലെ വരുമോ, ഓടി വരുമോ, കരയോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എൻ്റെ വെറും ഡൗട്ട് മാത്രമായിപ്പോയി. അവൾ എൻ്റെ പിന്നാലെ വരുമോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെ വീട്ടിലോട്ട് അങ്ങ് പോയി. മൽക്കനെ എടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. എന്തായാലും പോയി നോക്കട്ടെ ഞാൻ, എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. ഫസ്റ്റ് ടൈം അല്ലേ എന്നെ ഇങ്ങനെ വിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എക്സൈറ്റഡിൻ്റെ ഉപരി ഞാൻ കുറച്ച് സാഡും ആണ്. പക്ഷേ എന്താ ചെയ്യുക, കുട്ടികൾ ഓരോ പ്രായത്തിൽ സ്കൂളിൽ പോകേണ്ട ടൈമിൽ സ്കൂളിൽ പോകണം. എന്തായാലും പോയി നോക്കട്ടെ, എന്താ അവസ്ഥ അറിയില്ല. എന്തായാലും പോയി നോക്കട്ടെ. മൽക്ക എങ്ങനെയുണ്ടായിരുന്നു? അടങ്ങിയിരുന്നാ? കളിക്കാനേ കളിക്കാൻ വെള്ളമായിട്ടേ കളിക്കാൻ പറ്റില്ല. ക്ലാസ് കഴിഞ്ഞോ? ഉച്ചവരെ കഴിഞ്ഞു. ഇപ്പൊ ചോറുണ്ടാ മറ്റവരെ വിട്ടു.
അങ്ങനെ അവിടെ എത്തിയപ്പം യാതൊരുവിധ കുഴപ്പമില്ല. അവൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞാൻ വിളിച്ചിട്ട് അവൾ അവിടുന്ന് വരുന്നില്ല. അതാ പിന്നെ ഉണ്ടായത്.